മാധവ് നഗർ ഗ്രാമത്തിൽ ഉള്ള പ്രിയ പിന്നെ പ്രേമിന്റെ ജീവിതത്തിൽ ഒരു മുഖ്യമായ ദിവസമായിരുന്നു. ഇന്ന് അവർക്ക് കല്യാണമായി കഴിഞ്ഞു. പിന്നെ ഈ സമയത്ത് കല്യാണ പെണ്ണ് തന്റെ മുറിയിൽ കിടക്കയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കതവ് തുറന്നിട്ട് കല്യാണ ചെക്കൻ അകത്തേക്ക് വരുന്നത് കണ്ടത്. കല്യാണ പെണ്ണ് കുനിഞ്ഞ തലയോടെ തന്നെ ഇരുന്നു. ആദ്യം കല്യാണ ചെക്കൻ ആ തലയുള്ള തുണിയെടുത്ത് മാറ്റി. പിന്നെ അവനെ കണ്ടോട് തന്നെ ഇരുന്നു. നിങ്ങൾ നിങ്ങളുടെ തലക്കെട്ട് എടുക്കില്ലേ മഹാരാജാവേ? ഇതോ എടുക്കാം മഹാറാണി. ഇങ്ങനെ പറഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ അവൻ എടുത്തപ്പോൾ അത് കണ്ടോണ്ടിരുന്ന പെണ്ണ് വല്ലാതെ പേടിച്ചും പോയി. അവന്റെ മുഖം പകുതി കത്തിയിട്ടായിരുന്നത്. അവന്റെ കണ്ണുകൾ ചുവന്ന നിറത്തിലായിരുന്നു മാറിക്കൊണ്ടിരുന്നത്. കുറച്ചു നേരം കൊണ്ട് തന്നെ അവന്റെ സ്വയരൂപം തന്നെ മാറി വേറെ രൂപത്തിൽ മാറിക്കഴിഞ്ഞു. അവനെ കാണാൻ തന്നെ പുരാണ കാലത്തിലൊരു രാജാവ് പോലെ ഉണ്ടായിരുന്നു. എന്റെ പുതിയ മഹാറാണിയെ വാ, ഇന്നു മുതൽ നീ എന്റെ കൊട്ടാരത്തിലാ ഉണ്ടാവുക. ആരെങ്കിലും എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ. രാജാവ് ചിരിച്ചുകൊണ്ട് തന്നെ അവളെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവൻ അവളടുത്ത് പറഞ്ഞു, എന്തു പറ്റി? എന്താ നിനക്ക് എന്റെ കൂടെ റാണിയാവാൻ താല്പര്യമില്ലേ? എന്നെ വിടൂ, പ്ലീസ് എന്നെ വിടൂ. അത് കേട്ടപ്പോൾ തന്നെ രാജാവ് വീണ്ടും ചിരിക്കാൻ തുടങ്ങി. പിന്നെ അവൻ ആ പെണ്ണിയുടെ കഴുത്ത് പിടിച്ച് അങ്ങനെ തന്നെ കഴുത്ത് തിരിച്ചു കളഞ്ഞു. പെണ്ണിന്റെ കഴുത്തും വെട്ടിയിട്ട് ആ സ്ഥലം തന്നെ ഒരു ചോരപ്പുഴയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മരിച്ചും പോയി. രാജാവ് ആ പിണത്തിന്റെ മേലെ കയറി നിന്ന് ബലമായിട്ട് തന്നെ ചിരിക്കാനും തുടങ്ങി. പിന്നെ അവിടുന്ന് മറഞ്ഞും പോയി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിനീതും മീരയും കോളേജ് സ്റ്റഡിയും കഴിഞ്ഞിട്ട് അവരുടെ കല്യാണത്തിന് വേണ്ടി മാധവ് നഗർ പോവുകയായിരുന്നു. അവരുടെ കാർ വിനീതിന്റെ അച്ഛൻ ഠാക്കൂർ പ്രതാപിന്റെ മുമ്പിലായിരുന്നു നിർത്തിയിരുന്നത്. അപ്പോൾ മീര അദ്ദേഹത്തിനെ കണ്ടിട്ട് അവൾ വല്ലാതെ സന്തോഷപ്പെട്ടു. നിനക്ക് സ്വാഗതം മോളെ. ഇങ്ങനെ പറഞ്ഞിട്ട് ഠാക്കൂർ റാണ പ്രതാപ് മീരയ്ക്ക് ആർത്തി എടുത്തിരുന്നു. പിന്നെ അവര് അകത്തേക്ക് വിളിച്ചു. വിനീതിന്റെ കുടുംബം കണ്ടപ്പോൾ മീരയെ കണ്ടിട്ട് വളരെ സന്തോഷത്തിലായിരുന്നു. പിന്നെ അവർ മീരയെ കണ്ടപ്പോൾ അവർക്കും വല്ലാതെ സന്തോഷമായിരുന്നു. എല്ലാരും ഒന്നിച്ചു ചേർന്ന് ഡിന്നറും കഴിക്കുകയായിരുന്നു. പിന്നെ രാത്രി ഒരു 11:30 ആയിട്ടുണ്ടാവും. എല്ലാരും അവരവരുടെ മുറിയിലേക്ക് പോയി. അപ്പോഴാണ് വിനീത് മീരയെ കൂട്ടിയിട്ട് അവന്റെ റൂമിലേക്ക് പോയപ്പോൾ അവൻ പറഞ്ഞു, മീര, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു. അത് ഇന്ന് ഞാൻ നിന്റെ അടുത്ത് പറയാൻ പോവുകയാണ്. നമ്മുടെ കല്യാണം ഇവിടെ നടക്കണം എന്നല്ലേ നിന്റെ ആഗ്രഹം? പക്ഷേ നമ്മുടെ കല്യാണം ഈ ഗ്രാമത്തിൽ നടക്കില്ല. പക്ഷെ എന്താ? അതെന്ത് രഹസ്യമാ? ഞങ്ങളുടെ മാധവ് ഗ്രാമം ഒരു ശാപപ്പെട്ട ഗ്രാമം എന്നാ പറയാറുണ്ടായിരുന്നു. ഇവിടെയുള്ള ഗ്രാമത്തിന്റെ രാജാവ് അഭിബീർ സിംഗിന്റെ ചെറിയ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് 3 മാസം ഒരിക്കല് ഓരോരു പെണ്ണിനെ അദ്ദേഹം കല്യാണം കഴിക്കുകയായിരുന്നു. ഗ്രാമത്തെ മക്കൾ വല്ലാതെ വിഷമത്തിലായിരുന്നു. അവിടുന്ന് രക്ഷപ്പെടണമെന്ന് അവർ വിചാരിച്ചു. ഇതേപോലെ തന്നെ രാജാവ് രഘുവീർ സിംഗ് വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ ശ്രമിച്ചു. അന്ന് ഗ്രാമത്തിലെ ജനങ്ങളും പിന്നെ കൊട്ടാരത്തിലെ ആൾക്കാരും ചേർന്നിട്ട് അയാളെ അടിച്ച് അവിടുന്ന് തന്നെ കൊന്നുകളഞ്ഞു. അയാൾ മരിക്കുമ്പോൾ ഇവിടെ മരിക്കുന്ന മുമ്പ് ഒരു ശാപം ഇട്ടിരുന്നു. അതായത് ഈ ഗ്രാമത്തിൽ ആരും കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊരു ശാപം ഇട്ടിരുന്നു. ഇത് വെറും കഥയായിരിക്കുമെന്ന് തോന്നുന്നു. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആദ്യം എല്ലാവരും ഇതൊരു കഥയാണ് വിചാരിച്ചത്. പക്ഷെ ഈ ഗ്രാമത്തിൽ ഇതുവരെ എത്ര കല്യാണം സംഭവിച്ചിട്ടുണ്ടോ ആ മണപ്പെണ്ണ് കാണാതെ പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ഈ ഗ്രാമം എങ്ങനെയാ ഇത്ര ദിവസം രക്ഷപ്പെട്ടത്? ഗ്രാമത്തിൽ ജനങ്ങൾ സിറ്റിയിലാണ് പോയി കല്യാണം നടത്തുന്നത്. പിന്നെ പല മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. പക്ഷെ ഞാൻ എന്റെ കല്യാണം ഈ ഗ്രാമത്തിൽ തന്നെ നടത്തും. അങ്ങനെ പറയില്ല മീര. ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ ആഗ്രഹമില്ല. വിനീത്, എന്തെങ്കിലും ഒരു വഴി കാണുമല്ലോ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ. അപ്പോഴാണ് ഠാക്കൂർ അമ്മ ആ മുറിയിലേക്ക് എത്തിയത്. അവര് പറഞ്ഞു, മോളെ, അത് സ്വാമിജിക്ക് മാത്രമേ അറിയാവൂ. പക്ഷെ അദ്ദേഹം എന്തു പറയുന്നെന്നാൽ അതൊരു ധൈര്യമായവരെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കൂ അമ്മേ, നാളെ തന്നെ എന്നെ സ്വാമിജിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ആർക്കറിയാം, ഞാൻ കാരണം ഈ ഗ്രാമത്തിന് മുക്തി ലഭിച്ചാലോ. അടുത്ത ദിവസം ആ അമ്മ ആ സ്വാമിജിനെ വിളിച്ചു. പിന്നെ അതിനുശേഷം അദ്ദേഹം അവരുടെ അടുത്ത് പറഞ്ഞു,
രാജാവിന്റെ അവസാനത്തെ ആഗ്രഹം അദ്ദേഹത്തിന് കല്യാണം കഴിക്കുമെന്നാണ്. പക്ഷേ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അദ്ദേഹത്തിനെ അടിച്ചു കൊന്നു കളഞ്ഞു. അദ്ദേഹത്തിന്റെ ശവം കൊട്ടാരത്തിന്റെ പുറകിലാണ് കുഴിച്ചു വെച്ചിരിക്കുന്നത്. ശരിയായ നേരത്തിൽ അദ്ദേഹത്തിന് ചടങ്ങ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആത്മാ താൻ ഇട്ട ശാപം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരം എടുത്ത് കത്തിച്ചു കളഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടുമോ? ഇല്ല, ഇത് അന്ന് തന്നെ അതുപോലെ അന്ന് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ അത് നശിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒറ്റൊരു വഴിയേ ഉള്ളൂ. പൗർണമി രാത്രി അന്ന് അവരുടെ ആത്മ മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പിണം നമ്മൾ അവിടെ വെക്കണം. അതിനുശേഷം ആ ആത്മാ പിണത്തിലേക്ക് പ്രവേശിക്കും. പിന്നെ അവസാനം ചടങ്ങുള്ള മന്ത്രങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പിണം നമ്മൾ എരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അവരുടെ ആത്മാവും അഴിഞ്ഞു പോവും. ഇത് കേട്ട ഉടനെ എല്ലാവരും പേടിച്ചു പോയി. പക്ഷെ മീര ഗ്രാമത്തിലുള്ള ശാപം എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. സ്വാമിജി, അടുത്ത പൗർണമി അമാവാസ്യയുടെ ദിവസം ഞാൻ ആ മാളികയിലേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ കഥ കഴിക്കാം. അടുത്ത രാത്രി പൗർണമി അന്ന് ശരിയായിട്ട് 11 മണിക്ക് മീര ചുവപ്പ് സാരിയും കെട്ടിയിട്ട് തയ്യാറിലായിരുന്നു. അവൾ കൊട്ടാരത്തിലും എത്തിക്കഴിഞ്ഞു. രാജാ രഘുവീർ സിംഗ്, ഞാനാണ് മീര. നിങ്ങൾക്ക് റാണിയാവാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. വരൂ, വന്ന് നിങ്ങൾ എന്നെ നിങ്ങളുടെ മഹാറാണിയായി സ്വീകരിക്കൂ. അപ്പോഴാണ് രാജാവിന്റെ ചിരി കൊട്ടാരം മുഴുവനും കേട്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം അവളുടെ മുമ്പിൽ നിന്നെത്തി. നീ എന്തിനങ്ങനെ പറഞ്ഞത്? നീയാണ് ആദ്യത്തെ പെണ്ണ് ഈ കൊട്ടാരത്തിൽ വന്ന് എന്റെ മുമ്പ് നിൽക്കുന്നത്. എന്നെ കണ്ട നിനക്ക് പേടി തോന്നില്ലേ? ഞാൻ ചെറിയ പ്രായം മുതൽ റാണിയാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ രാജാക്കന്മാരും റാണികളും എവിടെയാണുള്ളത്? അത് വിചാരിച്ച് ഞാൻ ഒരുപാട് വിഷമിച്ചു. പിന്നീട് ഞാൻ ഈ ഗ്രാമത്തെക്കുറിച്ച് കേട്ടു. നിങ്ങളെ കാണാനായി ഞാൻ ഇവിടേക്ക് വന്നു. എന്നാ ശരി, നമ്മുടെ ചടങ്ങില് പോലെ തന്നെ നമുക്ക് കല്യാണം കഴിക്കാം. അതിനുശേഷം നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഈ കൊട്ടാരത്തിലുണ്ടാവാം. മീര കണ്ണു തുറന്നപ്പോൾ അവൾ ആ രാജാവിന്റെ കൂടെ തന്നെയായിരുന്നു. അവളുടെ മുമ്പ് തന്നെ ഒരു ഹോമകുണ്ടവും കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ രാജാവ് അവളുടെ അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഹേ റാണിയെ, ഞാൻ മന്ത്രങ്ങൾ പറയുന്നത് വരെ ഈ ഹോമകുണ്ടത്തിന്റെ ഉള്ളിൽ നീ ചുള്ളികൾ ഇട്ടോണ്ടിരിക്കണം. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം മഹാരാജാവേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മീര തന്റെ ഓരക്കണ്ണുകൊണ്ട് ആ സമയം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമയം നോക്കിയപ്പോൾ 11:30 രാജാവും മന്ത്രം പറയാനും തുടങ്ങി. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ സമയം 12 മണിയായി കഴിഞ്ഞു. എനിക്ക് മഹാറാണിയാവാൻ പോകുന്നവളെ, കല്യാണം കഴിക്കാനുള്ള സമയമായി, എണീച്ചു നിൽക്കൂ. മഹാരാജാവേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ അത് കാണുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മീര കൈ തട്ടിയപ്പോൾ നീതൂമ സ്വാമിജിയും ആ ഒരു ശവപ്പെട്ടി കൊണ്ടുവരികയായിരുന്നു. അകത്തേക്ക് തന്നെ അവരെത്തിക്കഴിഞ്ഞു. അവര് രാജാവിന്റെ അടുത്ത് പോയിട്ട് ശവപ്പെട്ടിയും തുറന്നു കാണിച്ചു. അതിന്റെ ഉള്ളിൽ ആ രാജാവിന്റെ ശവം എലുമ്പ് കൂടായിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇതെന്റെ കണ്ണു മുമ്പ് നിങ്ങൾ എടുത്തിട്ട് പോണം. ഇങ്ങനെ പറഞ്ഞിട്ട് രാജാവ് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എന്തോ ഒരു മിന്നൽ ശക്തി കൊണ്ട് ആ രാജാവിനെ പിടിച്ചിട്ട് ആ ശവപ്പെട്ടിൻ്റെ ഉള്ളിൽ എന്നെ കൊണ്ടുപോയി. പിന്നെ അദ്ദേഹത്തിന്റെ അസ്ഥികൂടമായിട്ടുള്ളത് തന്നെ എണീച്ചു നിന്ന് ഉഗ്രരൂപത്തിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. നിങ്ങളെല്ലാരും ചേർന്ന് എന്നെ വീണ്ടും പറ്റിച്ചു. നിങ്ങളെ ഞാൻ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം മീരന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. മീര താഴെയുള്ള അഗ്നികുണ്ടത്ത് നിന്ന് ഒരു വിറകുകൊള്ളി എടുത്തിട്ട് അദ്ദേഹത്തിന്റെ അസ്ഥികുടത്തിൽ കത്തിക്കഴിഞ്ഞു. സ്വാമിജിയും അവസാനത്തുള്ള മന്ത്രവും പറയാൻ തുടങ്ങി. രാജാവിന്റെ എലുമ്പ് കൂടിയിൽ കത്തിക്കാനും തുടങ്ങി. പിന്നെ അവർ കത്തിച്ച ഉടനെ അവിടെയും ഇവിടെയും കത്തിക്കൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ ആ വിനീത് ആ അസ്ഥികൂടത്തിന് അവിടുന്ന് തള്ളിയിട്ടു. പിന്നെ അത് താഴെ തന്നെ വീണു. പിന്നെ വിനീത് ആ ശവപ്പെട്ടി എടുത്തിട്ട് ആ അസ്ഥികൂടത്തിന്റെ മേലേക്ക് ഇട്ടു. ഇങ്ങനെ ചെയ്ത ഉടനെ അത് അസ്ഥികൂടം ശവപ്പെട്ടിയിൽ കുടുങ്ങി അവിടെ തന്നെ നശിച്ചും പോയി. അഗ്നികുണ്ടത്തിലുള്ള വിറകുകട്ട എടുത്തിട്ട് ശവപ്പെട്ടിയും എല്ലാം അവർ കത്തിച്ചു കഴിഞ്ഞു. ശവപ്പെട്ടിന്റെ കൂടെ ചേർന്ന് ആ അസ്ഥികൂടവും കത്തിപ്പോയി. നിങ്ങളെല്ലാരും ചേർന്നിട്ട് എന്നെ വീണ്ടും നിങ്ങൾ പറ്റിച്ചു. ഞാൻ വരാം, ഞാൻ വീണ്ടും വരും.
തീർച്ചയായിട്ടും തിരിച്ചു വരൂ. അവസാനം കത്തിക്കൊണ്ടിരുന്ന അസ്ഥികൂടം ഒരു ബഹളവുമായിട്ട് അത് ചത്തുപോയി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവിടെ വെറും ചാമ്പൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. മകളെ മീര, നിന്നെ കൊണ്ട് ഈ ഗ്രാമത്തിലുള്ള ശാപം എല്ലാം വിട്ടുപോയി കഴിഞ്ഞു മോളെ. വളരെ നന്ദിയുണ്ട്. അതുകൊണ്ട് ഈ ഗ്രാമജനങ്ങൾ എല്ലാരും നിന്നെ ഒരു ദേവി രൂപത്തിലാണ് പോയി നോക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എന്റെ കല്യാണം ഈ ഗ്രാമത്തിലായിരിക്കും നടക്കുക എന്ന്. അത് കേട്ട ഉടനെ വിനീത് മീരേനെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം മാധവനഗർ ഗ്രാമത്തിൽ നിരന്തരമായിട്ട് ശാപം വിട്ടും പോയി.